ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ ബയോളജി ക്ലാസ് 9 ബയോളജി എക്സാം ആണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഷോർട്ട് ക്ലാസ്, അതായത് എക്സാം ഓറിയന്റഡ് ക്ലാസ് നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് മാത്രം നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്ററിലെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രം നോക്കിയിട്ട് പോവാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ദഹന വ്യവസ്ഥ, ദഹനം, പിന്നെ വില്ലസ് ഒക്കെ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അത് പിന്നെ അതുപോലെ ഹൃദയത്തിന്റെ ഓരോ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതി ഉഷാറാക്കി പാസ്സായി വരും കേട്ടോ. നല്ല മാർക്കോട് കൂടെ പാസ്സാണേ. ഇതില് ദഹനം എന്ന് പറയുന്നത് സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ദഹനം 2 തരമുണ്ട്: മെക്കാനിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ യാന്ത്രിക ദഹനം, രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ. യാന്ത്രിക ദഹനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പേര് തന്നെ ഉണ്ട്. അതായത് പല്ലില് ഫുഡ് കഴിച്ചിട്ട് അത് ചവച്ചരച്ചിട്ട് പിന്നെ അത് നമ്മളെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലൂടെ പോയിട്ട് ആമാശയത്തിലൂടെ പോയിട്ട് പിന്നെ ചെറുകുടൽ, വൻകുടൽ, പിന്നെ മലാശയത്തിലൂടെ പിന്നെ പുറത്തു പോകുക. അതായത് നമ്മൾ ബാത്റൂമിൽ പോവുമല്ലോ. ഈ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. രാസിക ദഹനം എന്ന് പറയുന്നത് നോക്കി ദഹനരസത്തിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായി മാറുന്നു. അതായത് നമ്മളെ യാന്ത്രിക ദഹനത്തിലൂടെ ഒരു 75% യാന്ത്രിക ദഹനത്തിലൂടെ ദഹിച്ച് പിന്നെ അതിൽ ആഗിരണം ചെയ്യപ്പെടും. അതിലെ ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ ആഗിരണം ചെയ്യപ്പെടും. അതിന്റെ പുറമെ രാസിക ദഹനം എന്ന് പറയുമ്പോൾ കുറച്ച് കെമിക്കൽസ്, അതായത് കുറച്ച് രാസവസ്തുക്കൾ കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ആഗിരണയോഗ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് രാസിക ദഹനം എന്ന് പറയുന്നത്. അത് മറക്കരുത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇപ്പം ഫസ്റ്റ് നമ്മൾ ആ യാന്ത്രിക ദഹനത്തിൽ പറഞ്ഞു, നമ്മൾ ആദ്യം ഫുഡ് കഴിക്കുന്നത് നമ്മൾ നേരെ വായിലോട്ടല്ലേ നമ്മൾ ഫുഡ് എത്തുന്നത്. അവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചവച്ചരക്കുക എന്നുള്ളതാണ്. ചവച്ചരക്കാനുള്ള ഉപാധി എന്ന് പറയുന്നത് പല്ലാണ്. പല്ലിന്റെ ഘടന ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല്ലിന്റെ ഘടന സിമ്പിൾ ആയിട്ട് ഞാനൊരു കോഡ് വെച്ച് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ പല്ലിന്റെ സ്ട്രക്ചറിൽ ഏറ്റവും പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ഇനാമലാണ്. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. ഇന്നമോള് ഡെന്റൽ ഡോക്ടർ, അതായത് പല്ല് ഡോക്ടറെ നമ്മൾ ഡെന്റൽ ഡോക്ടർ എന്നല്ലേ പറയാം. ഡെന്റൽ ഡോക്ടറെ കാണാൻ പോയി. എന്തിന്? ക്യാവിറ്റി ഉള്ളതുകൊണ്ട്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പല്ലിൽ കേടുണ്ടല്ലോ, ഈ കേടിനൊക്കെ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പല്ലിലെ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ക്യാവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ ഡെന്റൽ ഡോക്ടർ എന്ത് ചെയ്തു? സിമെന്റ് ഇട്ട് അത് അങ്ങോട്ട് ഉറപ്പിച്ചു. നമ്മൾ പല്ല് അവിടെ ആ ഒരു സ്ഥലത്ത് ക്യാവിറ്റി ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചു. എന്താണ് ഇന്നമോള് എന്ന് പറയുമ്പോൾ ഇനാമലാണ് പല്ലിന്റെ ഘടനയിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ബാഹ്യമായ ഭാഗം. ഇനാമൽ എന്ന് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കി, ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പല്ലിന്റെ പുറം കവചാണ് നമ്മൾ പറഞ്ഞു. പിന്നെ നിർജീവാണെന്നുള്ളത് പോയിന്റ് ആണ്, അത് ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ ഡെന്റൈൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ ഡെന്റൽ ഡോക്ടർ കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ, അതാണ് ഡെന്റൈൽ കേട്ടോ. ഡെന്റൈൽ മറക്കരുത്. ഇനമോള് ഡെന്റൽ ഡോക്ടർ കാണാൻ പോയി എന്ന് പറയുമ്പോൾ ഇനാമൽ ഡെന്റൈൽ. പിന്നെ ഇതൊരു ജീവനുള്ള കലയാണ്, അത് മാത്രമേ അതിലൊരു പോയിന്റ് ആയിട്ടുള്ളൂ. പിന്നെ പൾപ്പ് ക്യാവിറ്റി ആണ് നെക്സ്റ്റ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളത്തെ ഭാഗം, അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ രക്തക്കോയലുകളൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് നോക്കി അതാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അത് ക്യാവിറ്റി അല്ലേ കാണിക്കാൻ പോയത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം, അതായത് പല്ലിൽ ഉറപ്പിച്ച് നിർത്തണേ. നമ്മൾ സിമെന്റ് ഇട്ട് ഉറപ്പിച്ച് നിർത്തുന്ന അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, അതേ ഒരു സംഭവം തന്നെയാണ്. അപ്പോ സിമെന്റം എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇനമോള് ഡെന്റൽ ഡോക്ടറെ കാണാൻ പോയപ്പോ എന്തിനാ പോയത്? ക്യാവിറ്റി കാണിക്കാൻ. അതായത് ഇനാമൽ, ഡെന്റൈൽ, ക്യാവിറ്റി, പൾപ്പ് ക്യാവിറ്റി. നെക്സ്റ്റ് ഡോക്ടർ എന്ത് ചെയ്തു? ഈ പല്ല് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചു. അപ്പോൾ സിമെന്റ്. ഇപ്പൊ 4
ഭാഗങ്ങളാണ്. പല്ലിന്റെ ഘടനയിൽ 4 ഭാഗങ്ങളാണ്. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. ഈ ഒരു കോഡ് എപ്പോഴും ഓർത്തു വെക്കുക. ഇനമോള് ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ക്യാവിറ്റി കാണിക്കാൻ പോയി, ഡോക്ടർ എന്ത് ചെയ്തു? സിമെന്റ് ഇട്ട് ഉറപ്പിച്ചു. ഈ ഒരു കഥ പഠിച്ചു വെക്കണേ, മറക്കരുതേ. ഇനി ആമാശയം ഇതൊക്കെ അറിയാലോ. ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഇതൊക്കെയാണല്ലോ. അവിടെ ആമാശയത്തിലും ഈ ഈസോഫാഗസ് ലെമൻ അന്നനാളത്തിലൊക്കെ നടക്കുന്ന ആ ഒരു ചലനത്തിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് കേട്ടോ. മറക്കരുത്, പെരിസ്റ്റാൾസിസ് ആണ്. പിന്നെ ചെറുകുടലിൽ വേറൊരു ചലനം കൂടി ഉണ്ട്, സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സെഗ്മെന്റ് ആയിട്ട് ഫുഡിനെ അങ്ങനെ കൊണ്ടുപോയി അവിടെ ആഗിരണം ചെയ്യപ്പോൾ, അതായത് ഡൈജഷൻ ചെയ്തിട്ട് ദഹനം ചെയ്തിട്ട് പിന്നെ അവിടെ തന്നെ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ്, ആ ഒരു ചലനത്തിന്റെ പേരാണ്, കുടലിലെ ആ ചലനത്തിന്റെ പേരാണ് സെഗ്മെന്റേഷൻ. ഓക്കെ, മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ വിഴുങ്ങൽ പ്രക്രിയ ഒക്കെ അറിയാലോ, എങ്ങനെ വിഴുങ്ങണം എന്നുള്ളതാണ്. ഈ ഒരു 4 സ്റ്റെപ്പായിട്ട് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ആദ്യം നാക്ക് എന്ത് ചെയ്യും? ഫുഡിന് നേരെ അണ്ണാക്കിൽ എത്തിയിട്ട് ബോളുകളായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഉരുളകളാക്കി മാറ്റും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെയാണല്ലോ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിന്നെ എന്ത് ചെയ്യും? നമ്മൾ മൂക്കിൽ തരിപ്പ് പോവാന്നൊക്കെ പറയില്ലേ, ഈ തരിപ്പ് പോവാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവുമല്ലോ നമ്മുടെ ബോഡിയിൽ. അതാണ് ഈ സംഭവം. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസഗഹ്വരത്തെ, നാസഗഹ്വരം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിന്റെ ആ ഒരു ഓപ്പണിങ്ങിനെ എന്ത് അടക്കും? നമ്മൾ ചെറുനാവ് കൊണ്ടുപോയിട്ട് മേലെ കൊണ്ടുപോയി അടക്കും. ഇവിടെ അങ്ങനെ പോയി അടക്കും. അപ്പൊ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ ഫുഡ് നേരെ നമ്മളെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലേക്കാണ് പോവുക, അല്ലാതെ മൂക്കിലൂടെ പുറത്തു വരില്ല. ചില ആൾക്കാർ തരിപ്പ് പോകുമ്പോൾ മൂക്ക് കൂടെ പുറത്തു വരുന്നൊക്കെ കണ്ടിട്ടില്ലേ? അത് ഈ ഒരു ഇത് മര്യാദക്ക് ക്ലോസ് ആവാതെ, അടക്കാതെ അതിൽ കൂടെ ഫുഡ് പുറത്തേക്ക് വരിക ചെയ്യുക. അപ്പൊ നമ്മൾ തരിപ്പ് പോയി ചുമക്കൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പിന്നെ നെക്സ്റ്റ് 2 സ്റ്റെപ്പ് ഒരേ സമയം നടക്കുന്ന 2 സ്റ്റെപ്പാണ്. അതെന്താണെന്ന് വെച്ചാല്, നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ഈ നാക്കിന്റെ പിൻഭാഗം ഉണ്ടല്ലോ, ഈ നാക്കിന്റെ ഏറ്റവും ബാക്കത്തെ ഭാഗം, അത് ഫുഡ് എന്ത് ചെയ്യും? എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടും. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഈ അന്നനാളത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ശ്വാസനാളം ഉണ്ടല്ലോ, ശ്വാസനാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തരിപ്പ് കയറും. അപ്പൊ തരിപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്വാസനാളം ജസ്റ്റ് ഒന്ന് മുകളിക്കണം ഉയരും. ഇവിടെ ഇത് കണ്ടോളൂ കേട്ടോ. ഇല്ല, ഈ ശ്വാസനാളം ജസ്റ്റ് മുകളിക്കണം ഉയർന്നിട്ട് ആ ഫുഡ് ശ്വാസനാളത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ആ ശ്വാസനാളത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് കേട്ടോ, മറക്കരുത്. ആ എപ്പിഗ്ലോട്ടിസ് കോഴാണ് ഒന്ന് ജസ്റ്റ് ഉയർന്നിട്ട് അവിടെ പോയാണ് അടക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടേക്ക് ശ്വാസനാളത്തിലേക്ക് പോവാതിരിക്കുമല്ലോ, അപ്പൊ തരിപ്പ് കയറൂല കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മള് ഇതൊക്കെ ജസ്റ്റ് അതിന്റെ ഒരു എന്തൊക്കെയാണ് യാന്ത്രിക ദഹനത്തിൽ ഉണ്ടാവുന്ന ആ ഭാഗങ്ങൾ. ഫുഡ് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും കഴിച്ചാൽ ലഡു കഴിച്ചു വിചാരിച്ചോളൂ. ലഡു കഴിച്ചിട്ട് നേരെ ഇങ്ങനെ പോയിട്ട് ആ പോണ വഴികളാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ആദ്യം വായാണ്. വായിൽ ഉമിനീർ ഗ്രന്ഥികളുണ്ട്. പിന്നെ പല്ലുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പല്ലിന്റെ ഘടനകൾ മറക്കരുത് കേട്ടോ. പിന്നെ അന്നനാളം ഉണ്ട്, കണ്ടില്ലേ? അന്നനാളം ജസ്റ്റ് ഇവിടെ അന്നനാളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ആമാശയത്തിലേക്കാണ് വരുന്നത്. പിന്നെ നേരെ ചെറുകുടല്, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വൻകുടല്, പിന്നെ മലാശയത്തിലൂടെ പുറത്തു പോകും. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ അത് അങ്ങനെ പുറത്തു പോകും. അതിന്റെ പുറമെ ഒപ്പം തന്നെ രണ്ട് ഭീകരന്മാരുണ്ട്. അത് ആരാണ് നോക്കി? ഇത് ലിവർ, കരള്, പിന്നെ ഇത് പിത്താശയം. പിന്നെ അതുപോലെ ഇത് സൈഡിൽ താഴെ കണ്ടോ ഇവിടെ ഒരു മഞ്ഞ കളറ്, ഈ ആമാശയത്തിന്റെ താഴെ വൻകുടലിന്റെ മുകളിൽ, ചെറുകുടലിന്റെ ഒക്കെ മുകളിലായിട്ട് ഇതാണ് പാൻക്രിയാസ് കേട്ടോ. പാൻക്രിയാസ് നമ്മൾ വീട്ടിൽ ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ ഇൻസുലിൻ കുത്തിവെക്കണ ഒരു പരിപാടി കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയായിരിക്കും. ഇതാണ് പാൻക്രിയാസ്. പാൻക്രിയാസിലാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്, പിന്നെ കുറെ എൻസൈംസ്, പിന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. അപ്പം ഈ ഹോർമോൺസ് ഉണ്ടല്ലോ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് കാരണമാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ ഉണ്ടാവുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. കുറെ പറയാനുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോട്ടോ. അതിൽ എൻസൈമുകൾ ഉണ്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് 3 എൻസൈമിനെ പറ്റി പറഞ്ഞുതരാം. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് അമൈലേസ് എന്ന് പറയുന്നത്. അതേപോലെ ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം ലിപ്പിഡ്സ്, അതായത് ഫാറ്റ്, കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ
പ്രോട്ടിയേസ് ഉണ്ട്. പ്രോട്ടിയേസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനുകളെ വിഘടിച്ച് അല്ലെങ്കിൽ ദഹനം അബ്സോർപ്ഷൻ, ആഗിരണം, ഈ ഒരു ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോട്ടിയേസസ് കേട്ടോ, പ്രോട്ടീനുകളെ. പിന്നെ വില്ലസ് കണ്ടില്ലേ, വില്ലസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഒരു എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ, എക്സ് അല്ലെങ്കിൽ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. അത് എന്താണ്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഏത് ഭാഗമാണ്, ഈ ഭാഗത്തിന്റെ ധർമ്മം എന്താണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ വില്ലസ് ഒരു വിരല് പോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു വിരലാണ്. അതിന്റെ പുറം ഭാഗം, ഏറ്റവും പുറത്തെ ഭാഗം സിംഗിൾ ഒറ്റ നിര എപ്പിത്തീരിയൽ കോശങ്ങളാണ്. അത് കണ്ടില്ലേ, ഒരു കോശങ്ങൾ ഇങ്ങനെ അടുക്കി 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 വെച്ച് കണ്ടോ, നോക്കി അങ്ങനെ അതൊക്കെ ഓരോരോ കോശങ്ങളാണ് അടുക്കി അടുക്കി വെച്ചിരിക്കണേ ഏറ്റവും പുറം ഭാഗം കേട്ടോ. അപ്പൊ ഒറ്റ നിര എപ്പിത്തീരിയൽ കോശങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത ഉള്ളിൽ കണ്ടോ, ഉള്ളിൽ കുറച്ച് ചുവപ്പും നീലയും കളറും പിന്നെ ഒരു പച്ചയും മഞ്ഞൊക്കെ പോകുന്നുണ്ടോ, എന്താണ് കളറല്ല കേട്ടോ, അത് എന്താന്ന് വെച്ചാല് ഈ ചുവപ്പ് ധമനിയാണ്, നീല സീരയാണ്. ഈ ചുവപ്പ് കണ്ടോ, ചുവപ്പ് ധമനിയാണ്, നീല സീരയാണ്. പിന്നെ അതിനുള്ളിൽ കൂടെ പോണ ഒരു സംഭവം ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാക്റ്റിയൽസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. ലാക്റ്റിയൽസ് എന്ന് പറഞ്ഞാല് ഏറ്റവും ഇതിന്റെ ഉള്ളിൽ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണെന്ന് ആലോചിച്ചാൽ മതി. ലാക്റ്റിയൽസ് എന്താണ് സംഭവിച്ചാല് ലിംഫ് വാഹി, ലാക്റ്റിയൽസ് ലിംഫ് വാഹി, ലാലി എന്ന് ആലോചിക്കുക കേട്ടോ, ലാക്റ്റിയൽസ് ലിംഫ് വാഹി. പിന്നെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ഒക്കെ ഈ ഒരു സ്ഥലത്താണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. അതുപോലെ രക്തലോമികകൾ, കാപ്പിലറീസ്, ബ്ലഡ് കാപ്പിലറീസ് ആ ഒരു സ്ഥലത്ത്, അതായത് ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞു ആർട്ടറി വെയിനൊക്കെ പറഞ്ഞു, അതായത് ധമനി സിരൊക്കെ പറഞ്ഞു. ഈ ധമനി സിരന്റെ അടുത്ത് ധമനി സിരന്റെ ഉള്ളിലായിട്ടാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഈ ഒരു 4 ആഗിരണം ചെയ്യപ്പെടുന്നത്. അത് മറക്കരുത് കേട്ടോ. ഈ വില്ലസിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണമെങ്കിലും ചോദിക്കും, എക്സ് വൈ അല്ലെങ്കിൽ സെറ്റ് എന്നൊക്കെ ഇട്ടിട്ട് ചോദിക്കും. ഇതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താണ് ചോദിക്കും, അത് മറക്കരുത്. ചിലപ്പോൾ നിർബന്ധമായിട്ട് ചിലപ്പോൾ ഇതിലുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത് ബ്ലഡ് ആണ്. ബ്ലഡ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ രക്തം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രക്തത്തിൽ പ്ലാസ്മ ഉണ്ട്, രക്തകോശങ്ങളുണ്ട്. രക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ RBC, WBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് കേട്ടോ. പിന്നെ അത് 45 രക്തത്തിലെ 45% രക്തകോശങ്ങളാണ്. പിന്നെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ എന്താണുള്ളത് നോക്കി, ജലമുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ മറ്റു ഘടകങ്ങളുണ്ട്. പ്രോട്ടീൻസിൽ എന്തൊക്കെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. AGF മറക്കരുത്, KGF അല്ല, AGF കേട്ടോ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഓക്കെ, ഇതാണ് ബ്ലഡിലുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ നമ്മൾ ഹൃദയം നോക്കാം കേട്ടോ. ഹൃദയത്തിന്റെ പുറത്ത് നമ്മൾ ഇവിടെയുള്ള ഹൃദയം എങ്ങനെയാണ് പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ ഹൃദയം പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമുണ്ട്. ഈ ആവരണത്തിന്റെ പേരാണ് പെരികാർഡിയം. ഓക്കെ, പെരികാർഡിയം. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ലങ്സ്, അതായത് ശ്വാസകോശത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണത്തിന്റെ പേരാണ് പ്ലൂറ. ഇവിടെ പെരികാർഡിയം, പ്ലൂറ. അതേപോലെ തന്നെ വേറൊരു പെരിയുണ്ട്, ആർക്കെങ്കിലും അറിയോ? ആ പെരിയാണ് പെരിയോസ്റ്റിയം. നമ്മളെ അസ്ഥികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ചെറിയൊരു ആവരണം, ജസ്റ്റ് ഒരു മെംബ്രെയിൻ എന്നൊക്കെ പറയും, അതാണ് പെരിയോസ്റ്റിയം. ഓക്കെ, മറക്കരുത് കേട്ടോ. ഈ പെരി എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഒരു ആവരണമാണെന്ന് ആലോചിക്കുക എല്ലാത്തിൻ്റെയും. പിന്നെ ഹൃദയത്തിൽ എങ്ങനെ രക്തം പോയി വരുന്ന അശുദ്ധ ശുദ്ധരക്തമായിട്ട് ബാക്കി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് എത്തണ്ടേ, ഈ ഒരു പ്രക്രിയ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ ABCD കണ്ടോ, ഈ മുകളിലത്തെ ഈ ജസ്റ്റ് ഒരു ചെറിയ ഇവിടെ ഡയഗ്രാം വരക്കുന്നുണ്ട്. ഈ എയും ബിയും മുകളിലുള്ള ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് ഏട്രിയം, താഴെയാണ് വെൻട്രിക്കിൾസ്. മുകളിൽ ഏട്രിയം, താഴെ വെൻട്രിക്കിൾസ്. ആദ്യം നമ്മളെ ഊർധ്വ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീന കാവ എന്ന് പറയും. ഇതിൽ കൂടെ ഒക്കെ വന്നിട്ട് വെയിൻസ് അല്ലേ. ആദ്യം സിമ്പിൾ ആയിട്ട് ആദ്യം സീര എന്ന് പറഞ്ഞാല് രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ആള്. ധമനി എന്ന് പറഞ്ഞാല് രക്തം ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആള്. അത് മറക്കരുത്, ആദ്യം ഇത് മനസ്സിലാക്കുക. അപ്പൊ ഊർധ്വ സീരയാണല്ലോ. അപ്പൊ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ഒരു മെയിൻ രക്തക്കുഴലാണ് ഊർധ്വ മഹാസിര ഇത് കണ്ടോ, ഫസ്റ്റ് കണ്ടോ, ഇവിടെ വന്നിട്ട് ആദ്യം ഇങ്ങോട്ട് വലത്തെ ഏട്രിയം, വലത്തെ ഏട്രിയാണ് കേട്ടോ. വലത്തെ ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തും. എന്ത് രക്തം? അശുദ്ധ രക്തം അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇതെന്ത് ചെയ്യും? നേരെ ഈ വാൽവ് കടന്ന് നെക്സ്റ്റ് താഴെ C എന്ന് പറഞ്ഞ സ്ഥലം, അതായത് റൈറ്റ് വെൻട്രിക്കിൾ
റൈറ്റ് വെൻട്രിക്കിൾ. ഇവിടെ ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് സോറി റൈറ്റ് ഏട്രിയം. ഓക്കെ, ഈ ഇവിടെ എത്തും. ഇവിടെ എത്തിയിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പാസേജ് കണ്ടോ, ഇങ്ങോട്ട് മോൾക്ക് ഈ ഒരു മഞ്ഞ ഇവിടെ കേട്ടോ, ഇവിടെയാണേ, മറക്കരുത്. ഇത് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഈ ഒരു നീല കളർ സാധനത്തിൽ കൂടെ പുറത്തു പോകണുണ്ടോ, ഇവിടെ ശ്വാസകോശം ഉണ്ട്, 2 ശ്വാസകോശം ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ശ്വാസകോശം നമ്മൾ അശുദ്ധ രക്തത്തിലേക്ക് ഓക്സിജൻ കൊടുക്കണ്ടേ, അപ്പൊ ഓക്സിജൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് വെൻട്രിക്കിളിന്ന് നേരെ ഈ നീല സാധനം എന്താണ്, ശ്വാസകോശ ധമനി. രക്തം കൊണ്ടുപോകുന്ന ആളേതാ പറഞ്ഞില്ലേ, ധമനിയാണ് കേട്ടോ, രക്തം കൊണ്ടുപോകുന്ന ആള് ധമനി. അവിടെ എന്ത് ചെയ്യും, നേരെ ഇതിലൂടെ പോയിട്ട് ശ്വാസകോശത്തിലെത്തും. ശ്വാസകോശത്തിലെത്തിയിട്ട് അവിടെ ഓക്സിജൻ കൊടുക്കും. അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ, അതായത് അശുദ്ധ രക്തത്തിനെ ശുദ്ധരക്താക്കി മാറ്റുന്നത് എങ്ങനെയാണ്, ഓക്സിജൻ കൊടുത്തിട്ട്. ഓക്കെ, ഈ ഓക്സിജൻ കൊടുത്തിട്ട് അവിടെ ആ രക്തം എന്താവും, നല്ല ശുദ്ധരക്തമായിട്ട് മാറും. പിന്നെ ഇത് കണ്ടോ, ഇവിടുന്ന് നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ടൊരു പാസേജ്, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ബിയിലേക്ക് എത്തിയിട്ട്, ബി എന്താ അറിയോ, ആർക്കെങ്കിലും അറിയോ, റൈറ്റ് ഏട്രിയം, സോറി ലെഫ്റ്റ് ഏട്രിയം ആണ് കേട്ടോ, ഇടത്തെ ഏട്രിയം ആണ്. ഇത് പൾമണറി ആർട്ടറി, അതായത് ശ്വാസകോശ ധമനി. ധമനി എപ്പോഴും കൊണ്ടുപോകണല്ലേ, ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്വാസകോശ ധമനി, അവിടെ ശ്വാസകോശത്തിൽ നിന്ന് വരുമ്പോൾ ശ്വാസകോശ സീര, മറക്കരുത് കേട്ടോ. ശ്വാസകോശ സീരയിലൂടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്, അതായത് ഇടത്തെ ഏട്രിയത്തിലേക്ക് എത്തും. അവിടെ നേരെ ഇടത്തെ വെൻട്രിക്കിളിലേക്ക്, ഡിയിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് ഡിന്ന് എന്ത് ചെയ്യും, ഡി മീൻസ് ഇടത്തെ വെൻട്രിക്കിളിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് ഉണ്ടോ, ഈ പാസേജ് എങ്ങോട്ടാണ്, മഹാധമനിയിലൂടെ ബാക്കി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് എത്തും. അത് ധമനി എപ്പോഴും കൊണ്ടുപോകുന്ന ആള്, സീര എപ്പോഴും കൊണ്ടുവരുന്ന ആള്. അപ്പൊ ആദ്യം സുപ്പീരിയർ വീനാക്കാവ അല്ലെങ്കിൽ ഊർജ്ജ മഹാശിലയുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തി, റൈറ്റ് ഏട്രിയത്തിൽ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയി, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോണത് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി. അവിടുന്ന് ഓക്സിജൻ കൊടുത്തിട്ട് ശുദ്ധരക്താക്കി മാറ്റിയിട്ട് പിന്നെ പൾമണറി വെയിന് വഴി പിന്നെ ഹൃദയത്തിലേക്ക് എത്തുകയാണ്. അത് എവിടേക്ക് എത്തണത്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾക്ക് പിന്നെ വാൽവ് വഴി എത്തിയിട്ട് നേരെ ബാക്കി ധമനി വഴി, മഹാധമനി അല്ലെങ്കിൽ അയോട്ട വഴി നേരെ ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് പോവാണ്. ഇതാണ് ഹൃദയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇത് കേട്ടോ, മറക്കരുത്. പിന്നെ ഹൃദയത്തിന്റെ സങ്കോചം, അതായത് ഹൃദയ സ്പന്ദനം എങ്ങനെയാണ് അറിയാമെങ്കിലും, ആദ്യം ഹൃദയം അങ്ങനെ മിടിക്കുന്നത് കേട്ടിട്ടില്ലേ, ഹൃദയം ആദ്യത്തെ മുകളിൽ 2 ഭാഗമുള്ളത് ഏട്രിയങ്ങളാണ്, താഴെ 2 വെൻട്രിക്കിളാണ്. ഈ ഏട്രിയം എന്ത് ചെയ്യും, ആദ്യം ബ്ലഡ് വരുമ്പോൾ ഏട്രിയം എന്ത് ചെയ്യും, സങ്കോചിക്കും. ആദ്യം ഏട്രിയൽ സിസ്റ്റോൾ വരും, പിന്നെ സങ്കോചിക്കുക, പിന്നെ വെൻട്രിക്കുലർ സിസ്റ്റോൾ വരും, താഴത്തെ 2 ഭാഗം സങ്കോചിക്കും, പിന്നെ 2 ഒരുമിച്ച് ഇങ്ങനെ ഓപ്പൺ ആവും, വികസിക്കും. അതാണ് ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പൊ ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ. ഇതാണ് ഈ 3 പ്രക്രിയ നടക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ പേരാണ് ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം. വാക്കുകളൊന്നും കിട്ടില്ല മക്കളെ, വയസ്സായി. ഹൃദയസ്പന്ദനം ഇതിന്റെ ഒരു ചെറിയൊരു സമയത്ത് മാത്രമാണ് നടക്കുന്നത്. എന്താണെന്നറിയോ, ഈ ചെറിയൊരു ഈ ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ ലബ് ഡബ് അല്ലെങ്കിൽ ഡബ് ഡബ് നമ്മളിങ്ങനെ കൈ വെച്ചൊക്കെ കേൾക്കുമല്ലോ. ഈ ഒരു സമയം, ഈ ലബ് ഡബ് നടക്കുന്ന ഈ സമയം എത്ര നിങ്ങൾ ആർക്കെങ്കിലും അറിയോ, ജസ്റ്റ് 0.8 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതായത് 1 സെക്കൻഡ് പോലും ഇല്ല, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള സമയത്താണ് ഇത് നടക്കുന്നത്. ഓക്കെ, മറക്കരുത് കേട്ടോ, 0.8 സെക്കൻഡ്. എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നോക്കി ജസ്റ്റ് പൾസ് നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. നമ്മളെ കയ്യിൽ 2-3-4 വിരലിലൂടെ വെച്ച് ഈ ഒരു വാച്ചിന്റെ സൈഡിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പൾസ് ഇങ്ങനെ ഡും 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 ഇങ്ങനെ ഹൃദയത്തിൽ മാത്രമല്ല ബാക്കി ശരീരഭാഗത്തിലൊക്കെ ഡും ഡും അടിക്കണത് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ബ്ലഡ് പ്രഷർ അറിയാലോ, നമ്മളെ പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടില് ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കണ കണ്ടിട്ടില്ലേ, അതാണ് ബ്ലഡ് പ്രഷർ കേട്ടോ. 120/80 ആണ് നോർമൽ വാല്യൂ. 120 എന്ന് പറയുമ്പോൾ ഡയസ്റ്റോളിക് പ്രഷർ ആണ്, സിസ്റ്റോളിക് പ്രഷർ ആണ്. 80 എന്ന് പറയുമ്പോൾ ഡയസ്റ്റോളിക് പ്രഷർ ആണ്, മാറരുത് കേട്ടോ. പിന്നെ ദ്വിപര്യനം എന്ന് പറയുമ്പോൾ ദ്വി എന്ന് പറയുമ്പോൾ 2 എണ്ണം. ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ശ്വാസകോശം ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലൂടെ കറങ്ങി വരും, പിന്നെ വീണ്ടും ഹൃദയത്തിലേക്ക് എത്തില്ലേ, ഈ ഹൃദയത്തിലൂടെ പിന്നെ എന്ത് ചെയ്യും, ഒന്നുകൂടി കറങ്ങിയിട്ട് ഈ സ്ഥലത്തൂടെ ഒന്ന് കറങ്ങിയിട്ട് ബാക്കി ശരീരഭാഗങ്ങൾക്ക് എത്തും. അപ്പൊ ആദ്യം ശ്വാസകോശത്തിലേക്ക് പോകുമ്പോൾ പറയുമ്പോൾ പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യനം. പിന്നെ രണ്ടാമത് ഈ ഇത് പിന്നെയും കയറി ഇറങ്ങി ബാക്കി ശരീരഭാഗങ്ങൾക്ക് എത്തില്ലേ, അതാണ് സിസ്റ്റമിക് പര്യനം. ഓക്കെ, മറക്കരുത്. ഈ 2 പൾമണറി പര്യനം സിസ്റ്റമിക് പര്യനം കൂടി ചേർന്നുണ്ടാവണേ ഈ ഒരു സംഭവത്തിന്റെ ഈ ഹൃദയത്തിന് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, ഈ ഒരു കഴിവിന്റെ പേരാണ് ദ്വിപര്യനം അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ളൂ കേട്ടോ, മെയിൻ ആയിട്ട് അതിനുള്ളൂ, പ്രത്യേകിച്ച് വേറെ പഠിക്കാനൊന്നുമില്ല. പിന്നെ സൈലം ഫ്ലോയം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച അതേ സംഭവങ്ങൾ തന്നെ
ഇതിൽ കൂടെ എങ്ങനെയാണ് സർക്കുലേഷൻ നടക്കുന്നതാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ശ്വസനം ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ശ്വസനത്തിന്റെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അറിയോ? ആർക്കെങ്കിലും അറിയോ? അതായത് ഈ ചാപ്റ്ററിൽ എന്താ മെയിൻ? ശ്വസനം വിസർജനം എന്ന് പറയുമ്പോൾ ഒന്ന് ശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒന്ന് വിസർജിക്കുന്നത്. എന്താണ് ശ്വസിക്കുന്നത്? ശ്വസനം എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്കെങ്കിലും അറിയോ? ശ്വസനവും വെന്റിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയോ ആർക്കെങ്കിലും? മൈക്ക് കേൾക്കണില്ലേ? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, സോറി. ഈ ശ്വസനം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്വാസകോശം, നമ്മൾ ആദ്യം ശ്വാസം എടുത്തു, ഇതാണോ ശ്വസനം? ഇതല്ല ശ്വസനം. ശ്വസനം എന്ന് പറയും ഇത് ഇപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇതാണ് വെന്റിലേഷൻ. വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ റൂമിലൊക്കെ കണ്ടിട്ടില്ലേ, വെന്റിലേഷൻ വേണ്ടിയിട്ട് ഒരു ഓട്ടം ഉണ്ടാവും, അവിടെ ചെറിയ ഫാൻ ഉണ്ടാവും, എക്സോസ്റ്റ് ഫാൻ ഉണ്ടാവും, അവിടുന്ന് തണുത്ത കാറ്റും കണ്ട് ഒരു ചൂട് കാറ്റ് പുറത്തു പോകും, ഇങ്ങനത്തെ ഒക്കെ സംഭവം അതിന് വേണ്ടിയിട്ടാണ് ഇല്ലേ? അതാണ് വെന്റിലേഷൻ. അതേപോലെ തന്നെ നമ്മൾ മൂക്കിന് വലിച്ചെടുക്കുന്നത്, പുറത്തു വിടുന്നത്, ഇതാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ശ്വസനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയും. ശ്വസനം വെന്റിലേഷൻ ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്താ സംഭവിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ശ്വസിക്കുന്നു, നേരെ ശ്വാസകോശത്തിൽ എത്തുന്നു, അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ട് ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കല്ലേ. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിജൻ എന്തിനാ വലിച്ചെടുക്കണേ? ഓക്സിജൻ വലിച്ചെടുക്കണേ എന്തിനാ ആലോചിച്ചിട്ടുണ്ടോ? ഈ വെറുതെ നമ്മൾ ഓക്സിജൻ ശ്വസിക്കാൻ മാത്രമാണോ? അല്ല, നമ്മളെ ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തണം, എന്നാലേ കറക്റ്റ് മെറ്റബോളിസങ്ങൾ നടക്കുള്ളൂ. എന്നാലേ നമുക്ക് നടക്കാനും ഓടാനൊക്കെ ഭയങ്കര എനർജി വേണ്ടേ? ഈ എനർജി വേണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ വേണമെങ്കിൽ ഈ ഇത് ഇവിടെ എത്തണം. എന്നിട്ട് ഈ ഓക്സിജൻ അവിടെ കൊടുത്തിട്ട് അവിടുന്ന് കാർബൺ ഡയോക്സൈഡ്, അതായത് നമ്മുടെ ബാക്കി ശരീരഭാഗങ്ങളിൽ വേസ്റ്റ് ആയി കിട്ടുന്ന കാർബൺ ഡയോക്സൈഡ് തിരിച്ചു വാങ്ങിയിട്ട് അത് തിരിച്ചു മൂക്കിലൂടെ തന്നെ അങ്ങനെ വിടണം. ഈ ഒരു മൊത്തത്തിലുള്ള പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. വെന്റിലേഷനും റെസ്പിറേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ പാർട്സ് നോക്കി, ഇത് എന്തായിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ഫസ്റ്റ് ഇത് എന്താണ്? നാസാദ്വാരം അല്ലെങ്കിൽ നോസ്ട്രിൽസ്, നാസാഗഹ്വരം. നേരത്തെ നമ്മള് ഡൈജഷന്റെ സമയത്ത് പഠിച്ചു, ദഹനത്തിന്റെ സമയത്ത് പഠിച്ചു. നാസാഗഹ്വരത്തിലേക്ക് തരിപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാവ് പോയി അടക്കും എന്ന് പറഞ്ഞില്ലേ, ആ നാസാഗഹ്വരം തന്നെയാണ് ഇത് ട്ടോ. പിന്നെ ഉള്ളത് അടുത്ത ശ്വാസനാളി അല്ലെങ്കിൽ ശ്വാസനാളം. നാളി എന്ന് പറയുമ്പോ ട്യൂബ്, എന്താണ് ട്രക്കിയ എന്ന് പറയും കേട്ടോ. നാസാഗഹ്വരം എന്ന് പറയുമ്പോ നേസൽ കാവിറ്റി അല്ലെങ്കിൽ നേസൽ ചേംബർ എന്നൊക്കെ പറയും. പിന്നെ അടുത്തെന്താ? ഇത് കണ്ടോ? ഇപ്പൊ ഈ ഒരു ട്യൂബ് എന്ത് ചെയ്യും? കുറെ പിരിയണ കണ്ടോ? 2-3 പിരിയണ കണ്ടോ? ഇവിടെ കേട്ടോ, ഇവിടെ ഇങ്ങനെ കണ്ടോ? 2 ഭാഗങ്ങളായിട്ട് പിരിയുന്നത് കണ്ടോ? ഈ പിരിയുന്ന ആദ്യത്തെ ബ്രാഞ്ചിന്റെ പേരാണ് ശ്വസനി, ബ്രോങ്കസ്. പിന്നെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളായിട്ട് പിന്നെയും തിരിയുന്നുണ്ട്, അതാണ് ശ്വസനിക. ഒരു കാലം കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ്. പിന്നെ നമ്മൾ നേരത്തെ പെരികാർഡിയം പറഞ്ഞ പോലെ തന്നെ ഇതില് പ്ലൂറ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് പറഞ്ഞില്ലേ, അതെന്താണ്? പെരികാർഡിയം എന്ന് പറയുമ്പോൾ ഹൃദയത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ്. അതേപോലെ തന്നെ ശ്വാസകോശത്തിന് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം, പ്രൊട്ടക്റ്റീവ് കവറിംഗ് ദാറ്റ് കവേഴ്സ് ലങ്സ് എന്നൊക്കെ പറയും. കൂടുതൽ കട്ടിയായി പോയോ, സോറി കേട്ടോ. ഇതാണ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് പ്ലൂറ എന്ന് പറയുന്നത്. പ്ലൂറ മാർക്ക് ചെയ്തിട്ടോ, പ്ലൂറ. ഓക്കെ, പിന്നെ ഡയഫ്രം എന്ന് പറയുമ്പോൾ എന്താ? ഒരു മസിൽ ഉണ്ട്. ഈ മസിൽ എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസകോശത്തിന്റെ ചലനത്തിനെ സഹായിക്കുന്ന മസിലുകളാണ്. നമ്മളിങ്ങനെ ഹിക്കപ്സ് കേട്ടിട്ടില്ലേ? എക്കിട്ടം എന്നൊക്കെ പറയും. എന്താ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന അറിയില്ല. ഈ എക്കിട്ടം ഉണ്ടാവണ എന്റെ കാരണം എന്താ വെച്ചാൽ ഇൻവോളണ്ടറി കൺട്രാക്ഷൻസ്, അതായത് നമ്മൾ തന്നെ അറിയാതെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ചലനങ്ങളാണ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ്സ് കാരണമാണ് അങ്ങനെ ഈ എക്കിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഈ ബ്രോങ്കസ് ബ്രോങ്കിയോളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ശ്വസനിക്കൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മുന്തിരിക്കൊല പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതാണ്ടോ ഒരു മുന്തിരിക്കൊല പോലത്തെ സംഭവം ഉണ്ടല്ലേ, ഇതാണ് ആൽവിയോളസ്. അവിടെ ഉണ്ട് കേട്ടോ, സോറി ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ആൽവിയോളസ് കേട്ടോ. ഈ ആൽവിയോളസ് ഒരു പ്രധാനപ്പെട്ട ഭാഗം റെസ്പിറേഷന്റെ, ശ്വസനത്തിന്റെ
പ്രധാന പ്രക്രിയകളൊക്കെ നടക്കുന്നത് ഈ ആൽവിയോളസിലാണ് കേട്ടോ. നമുക്ക് നോക്കാം ആൽവിയോളാർ വാതക ഇതൊക്കെ ഉണ്ടോ, വെന്റിലേഷൻ കണ്ടോ. വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ഉച്ഛ്വാസം നിശ്വാസം മാത്രം. ഓക്കെ, ഒന്ന് ഇത് ഉച്ഛ്വാസം, ഇത് നിശ്വാസം. ഓക്കെ, ഈ ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ പുറത്തു വിടുക, ഈ രണ്ട് സംഭവങ്ങൾ മാത്രം നടക്കണ പ്രക്രിയയാണ് വെന്റിലേഷൻ. ശ്വസനം എന്ന് പറയുമ്പോൾ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വിനിമയം വാതക വിനിമയം ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പാടെ കൂടിയ സംഭവം, ഇതെല്ലാം കൂടെ കൂടിയ ഒരു പ്രോസസ്സാണ് ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ സിമ്പിൾ ആയിട്ട് നോക്കിക്കോളി. പിന്നെ ആൽവിയോളാർ വാതക വിനിമയം, നമ്മൾ നേരത്തെ ഒരു മുന്തിരിക്കൊല പറഞ്ഞില്ലേ, ഈ മുന്തിരിക്കൊലയുടെ അടുത്തൊക്കെ എന്തുണ്ട് രക്തലോമികൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ഉണ്ട്. ഈ രക്തക്കുഴലും അപ്പൊ ഇത് കണ്ടോ, ഇതിലുണ്ട്, നോക്കി നോക്കി. ഈ ആൽവിയോൾസ് മുന്തിരിക്കൊലിന്റെ ഒരു മുന്തിരിയാണ് കേട്ടോ. ഈ ഒരു വട്ടം ഇത് കണ്ടോ, ഈ വട്ടം ഒരു മുന്തിരിയാണ്. അതിന്റെ ഒപ്പം എന്തുണ്ട്, രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകളിൽ ഇത് കണ്ടോ, ഓക്സിജൻ ഇവിടെ കണ്ടോ, ഓക്സിജൻ ഇങ്ങോട്ട് വരും. ഓക്സിജൻ നമ്മൾ വലിച്ചെടുത്ത ഓക്സിജൻ നേരെ എന്ത് ചെയ്യും, ഇതിൽ വന്നിട്ട് രക്തക്കുഴലുകളിലേക്ക് എത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ വാതക വിനിമയം, അതായത് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തിരിച്ചൊരു ഗിഫ്റ്റ് തരണ്ടേ, അങ്ങനെ ഈ ആൽവിയോളസ് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നേരെ രക്തക്കുഴൽ എന്ത് ചെയ്യും, തിരിച്ചൊരു ഗിഫ്റ്റ് തിരിച്ചും കൊടുക്കുകയാണ്. പറഞ്ഞു വിടണ മോശമല്ലേ, വെറുതെ പറഞ്ഞു വിടണ്ടല്ലോ വെച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കാർബൺ ഡയോക്സൈഡ് ആൽവിയോളസ് കൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്നത് നേരെ എപ്പോഴും നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ശ്വസനിക പിന്നെ ആൽവിയോളസ് പറഞ്ഞില്ലേ, അതേപോലെ തിരിച്ചു പോവാണ്. ശ്വസനി ബ്രോങ്കി ട്രക്കിയ പിന്നെ മൂക്ക് കൂടെ അങ്ങനെ പുറത്തു വിടുകയാണ്. ഇത്ര ഒരു സംഭവം കേട്ടോ. ഇതാണ് ആൽവിയോളർ വാതക വിനിമയത്തിൽ നടക്കുന്ന സംഭവം. പിന്നെ നെക്സ്റ്റ് നോക്കി, ഇതൊന്നും നോക്കണ്ട, ഇതാ കണ്ടില്ലേ, ഏറ്റവും മുകളിൽ കണ്ടില്ലേ ആൽവിയോളർ വാതക വിനിമയം. നമ്മളവിടെ ആൽവിയോളസിൽ വായിച്ചു തരാം. ആൽവിയോളസിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോളർ രക്തലോമികയിലെ രക്തത്തിലേക്ക് O2 ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. ഡിഫ്യൂഷനിലൂടെ കൊടുക്കുകയാണ്, രക്തക്കൊഴലുകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കുമല്ലോ, ഓക്സിജൻ കൊടുക്കുമല്ലോ, അതിന്റെ കാർബൺ ഡയോക്സൈഡ് തിരിച്ചു കൊടുക്കണമല്ലോ. ആ സമയത്ത് കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഓക്സിജൻ കൊടുത്തല്ലോ ഓൾറെഡി, ആൽവിയോളസ് എന്ത് ചെയ്തു, രക്തക്കൊഴലിലേക്ക് ഓക്സിജൻ കൊടുത്തു. ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓക്സിജൻ അവിടെ ഉള്ള രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വേറെ എന്താ ഉള്ളത്, ഹീമോഗ്ലോബിൻ ആണ് ഉള്ളത്. ഈ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടിയിട്ട് എന്താവും, ഓക്സി ഹീമോഗ്ലോബിൻ, ആ പേര് തന്നെ ഉണ്ട്, ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ഒരു ചെറ്റത്തിനെ കാണിക്കും. അതെന്താ സംഭവം എന്ന് അറിയോ, അതായത് ഓൾറെഡി ഒരു ഓക്സിജൻ വാങ്ങി, എന്നിട്ട് എന്ത് ചെയ്യും, ഓക്സിജനെ പിന്നെ പുറത്തു വിടും. ഓക്സിജൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് പിന്നെ അതേപോലെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്ത് ത്രോ ചെയ്യും, ഒഴിവാക്കി വിടും. അതാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, ഓക്സിജനെ സ്വതന്ത്രമാക്കി വിടും. ഈ ഓക്സിജൻ എന്ത് ചെയ്യും, ഇത് കണ്ടോ, കോശത്തിനടുത്ത് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് പിന്നെയും ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, രക്തത്തിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് കോശങ്ങളിലേക്കും, ആദ്യം രക്തത്തിൽ നിന്നും ടിഷ്യൂ ദ്രവത്തിലേക്ക് എത്തും, പിന്നെ നേരെ കോശങ്ങളിലേക്ക് എത്തും. ഇതാണ് സംഭവിക്കണം കേട്ടോ. ആ സമയത്ത് നടക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് പ്രക്രിയകളാണ് ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും. നോക്കി ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ കോശദ്രവ്യത്തിൽ അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡിൽ നടക്കുന്ന സംഭവമാണ്. എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ എന്താക്കും, പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. എന്താണ്, ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. പൈറൂവിക് ആസിഡ് മറക്കരുത്, പേര് മറക്കരുത്. ആ സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു എനർജി മാത്രമേ പുറത്തു വിടുള്ളൂ. എത്ര ഉണ്ടാവും, ATP കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും? ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എനർജിന്റെ യൂണിറ്റ് ആണ് ATP എന്ന് പറയുന്നത്. ഓക്കെ, കോശത്തിലൊക്കെ ഉണ്ടാകണേ ഈ ATP പുറത്തു വിടും. ആകെ എത്ര പുറത്തു വിടുന്നുള്ളൂ, 2 ATP മാത്രം കേട്ടോ. അതായത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൈ എന്നൊക്കെ പറയുമ്പോൾ തന്നെ പേര് വരണം, ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത പ്രക്രിയക്ക് എത്താണ് പൈറൂവിക് ആസിഡ്. എന്താവണത്, പൈറൂവിക് ആസിഡ് നേരെ എന്താവും, നോക്കി വായിച്ചു നോക്കി, രണ്ടാം ഘട്ടമാണ് കോശ ശ്വസനത്തിന്റെ രണ്ടാം ഘട്ടമാണ്. എവിടെ നടക്കുന്നത്, മൈറ്റോകോൺട്രിയയിൽ. മറ്റേത് എവിടെ നടക്കുന്നത്, ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. ഇത് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഇവിടെ വലിയൊരു എനർജി പുറത്തു വിടുന്നുണ്ട്, വലിയ സംഭവമായിട്ട് അവിടെ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നുണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് സെല്ലാണല്ലോ. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ വലിയ സംഭവം, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഒക്കെ പവർ സ്റ്റേഷനിലൊക്കെ വലിയ കറണ്ട് ഒക്കെ ഉണ്ടാക്കണില്ലേ, അതേപോലെ ഇവിടെ 28 ATP കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, 28 ATP കേട്ടോ ടോട്ടല്. അപ്പൊ രണ്ടും കൂടെ എത്ര ഉണ്ടാവും, 28ഉം 2ഉം 30, ടോട്ടല് 30 ATP ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ പൈറൂവിക് ആസിഡ് എന്താ ഉണ്ടാവുന്നത്, ഇവിടെ ഓക്സിജൻ ആവശ്യമാണ് കേട്ടോ. പൈറൂവിക് ആസിഡ് എന്താ ഉണ്ടാവുന്നത്, കാർബൺ ഡയോക്സൈഡും കാണില്ലേ,
അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്, ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടോ, സോറി. പിന്നെ അപ്പൊ നമ്മൾ എവിടെ നിർത്തി, ക്രബ് സൈക്കിളിൽ 30 ATP വരും എന്ന് പറഞ്ഞില്ലേ, 28ഉം 2ഉം വന്നു. അത് കഴിഞ്ഞിട്ട് 28ഉം 2ഉം കഴിഞ്ഞു, 2ഉം വന്നു. 30 ATP ടോട്ടൽ ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും ഒക്കെ കഴിഞ്ഞപ്പത്തിന് വന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, അവിടെ ഓക്സിജനും ഇതുണ്ടായില്ലേ, അതായത് പൈറുവിക് ആസിഡ് എന്തായി, കാർബൺ ഡൈ ഓക്സൈഡ് ജലോ ആയിട്ട് മാറി എന്ന് പറഞ്ഞില്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകണ്ടേ, വേസ്റ്റ് അല്ലേ, പുറത്തേക്ക് പോകണ്ടേ. അപ്പൊ എന്ത് ചെയ്യും, ടിഷ്യൂ ദ്രവത്തിലേക്ക് എത്തും. വീണ്ടും ടിഷ്യൂ ദ്രവത്തിൽ നിന്നല്ലേ ഓക്സിജൻ വന്നുകൊണ്ട് അങ്ങനെ വന്നത്, അതേപോലെ തിരിച്ച് അതേ വഴി തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോവാ. അപ്പൊ തിരിച്ചു പോണ വഴിയിൽ കുറച്ച് 3 നമ്പർ ഓർത്ത് വെക്കുക. 7, 23. അപ്പൊ 7, 23 കൂട്ടി എത്ര, 30. പിന്നെ ബാക്കി 100ൽ എത്ര ഉള്ളത്, ബാക്കി 70% ഉണ്ട്. 7% എന്താവും, കാർബൺ ഡൈ ഓക്സൈഡ്, 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ കൊണ്ടുപോയി ലയിക്കും. എവിടെ, 7% പ്ലാസ്മ, 7% പ്ലാസ്മയെ കൊണ്ടുപോയി നിൽക്കും. എന്നിട്ട് ബാക്കി എത്ര, 23 എന്ന് പറഞ്ഞില്ലേ, നേരത്തെ 23 എന്താവും, ഹീമോഗ്ലോബിനായിട്ട് കൂടിയിട്ട് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആവും. എന്താണ് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ, മറക്കരുത്. അവിടെ ഓക്സി ഹീമോഗ്ലോബിൻ ആണ്, ഇവിടെ കാർബൺ ഡയോക്സോ ഹീമോഗ്ലോബിൻ അല്ല, കാർബ് അമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, 23% കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആവും. അത് കഴിഞ്ഞിട്ട് 70%, ബാക്കി 70% എന്താവും, നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ ജലമുണ്ടല്ലോ, ഈ ജലവുമായിട്ട് ചേർന്നിട്ട് HCO അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആയിട്ട് മാറും. എന്താണ് ബൈകാർബണേറ്റ്, മറക്കരുത്. 7% പ്ലാസ്മയിൽ പോവും, 23% എന്താവും, കാർബമിനോ ഹീമോഗ്ലോബിൻ ആവും. ബാക്കി 70% ജലമായിട്ട് കൂടിയിട്ട് ബൈകാർബണേറ്റുകളായിട്ട് മാറും. ഓക്കെ, പിന്നെന്ത് ചെയ്യും, ഈ ആൽവിയോളർ അപ്പൊ എന്തായി, കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറി. ഈ ആൽവിയോളർ രക്തലോമികളിൽ വെച്ചിട്ട് എന്താവും, കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എത്തും, പ്ലാസ്മയിൽ കൊണ്ടുപോയി എത്തും കേട്ടോ. ഈ പ്ലാസ്മയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലായതിനാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, നേരെ ഡിഫ്യൂഷനിലൂടെ വ്യാപിച്ചിട്ട് മൂക്കുകൂടെ പുറത്തേക്കാണ് പോകും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ മൂക്കുകൂടെ വന്ന് ഈ ഓക്സിജൻ എന്ത് ചെയ്യും, വന്നിട്ട് ഇത്രയും പ്രക്രിയ നടന്നിട്ട് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചും പോകും. ഇതാണ് നടക്കുന്നത് കേട്ടോ, മറക്കരുതേ മക്കളെ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു അത്. ഹീമോഗ്ലോബിൻ എന്താണെന്ന് അറിയില്ലേ, വർണ്ണകമാണ് കേട്ടോ. എന്ത്, RBCക്ക് ചുവന്ന കളർ കൊടുക്കുന്ന വർണ്ണകം. അതിന്റെ കണ്ടന്റ് എന്താണ്, ഇരുമ്പ്, അയൺ, മറക്കരുത് കേട്ടോ. പിന്നെ നോക്കി, അതില് സ്ത്രീകളിൽ 12 to 16 ആണ് ഗ്രാം പെർ ഡെസിലിറ്റർ. പിന്നെ പുരുഷന്മാരിൽ 14 to 18 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഹീമോഗ്ലോബിന്റെ അളവ് ഉണ്ടാവുക. ഓക്കെ, നോർമൽ അളവ് കേട്ടോ. ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാലാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച, കേട്ടിട്ടില്ലേ, മുഖക്ക് വിളറി വെളുക്കുക, ചുണ്ടൊക്കെ വിളറി വെളുക്കുക, അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടാവും. ആ അസുഖം ഉണ്ടാവുക അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളത് നോക്കാം. പിന്നെ മൂത്രം ഉണ്ടാവുന്ന സംഭവം നിങ്ങൾക്ക് അറിയില്ലേ, കിഡ്നിയിൽ വെള്ളം കുടിക്കുമ്പോഴല്ലേ മൂത്രം ഉണ്ടാകുന്നത്. ഈ വെള്ളത്തിൽ നിന്ന് മാത്രമാണോ മൂത്രം ഉണ്ടാവുന്നത്? അല്ല. അതായത് നമ്മള് രക്തം കൂടെ കിഡ്നിന്റെ പരിപാടി എന്താണ്, കിഡ്നിന്റെ പരിപാടി എന്ന് പറഞ്ഞാല് രക്തത്തിനെ ശുദ്ധീകരിച്ചിട്ട് രക്തത്തിനെ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ കൂടി പുറത്തേക്ക്, യൂറിന്റെ ഒപ്പം പുറത്തേക്ക് വിടുക, മൂത്രത്തിന്റെ ഒപ്പം പുറത്തേക്ക് വിടുക എന്നുള്ളൊരു പ്രക്രിയ കൂടി കിഡ്നിക്ക് ഉണ്ട്. അതിനൊരു ധർമ്മം കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഹൃദയത്തിൽ പറഞ്ഞില്ലേ, ധമനി കൊണ്ടുപോവുക, ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന രക്തക്കൊഴലാണ് ധമനി, ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സിര. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ധമനി ബാക്കി ഭാഗങ്ങൾക്ക്, അപ്പൊ കിഡ്നിക്ക് എത്തുന്നത് ധമനിയല്ലേ, ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ധമനി ബാക്കി ഭാഗങ്ങളിലേക്ക്, അപ്പൊ കിഡ്നിക്ക് എത്തുന്നത് ധമനി, കിഡ്നിയിൽ നിന്ന് കൊണ്ടുപോകുന്ന സിര, നേരെ ഓപ്പോസിറ്റ് ആവും. ഹൃദയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാക്കിയുള്ള അവയവങ്ങൾ കേട്ടോ, മറക്കരുതേ. പിന്നെ നോക്കി, ഈ സ്ട്രക്ചറൊക്കെ ചോദിച്ചിട്ട് ഇതിന്റെ ഇവിടെ എക്സ് എന്നൊക്കെ ഇട്ടിട്ട് ചോദിക്കും, വൈ ചോദിക്കും, ഇതൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കും. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് നോക്കാം, വൃക്കനാളിക, ശേഖരണ നാളി, കളക്ടിങ് ഡക്ട് അല്ലെങ്കിൽ റീനൽ ട്യൂബ്യൂൾ കേട്ടോ. വൃക്കനാളിക എന്ന് പറയുമ്പോൾ റീനൽ ട്യൂബ്യൂൾ, മറക്കരുതേ. കാണുന്നില്ലേ?
ഓക്കെ, ഇത് മറക്കരുത്, ഈ ഡയഗ്രാം മറക്കരുത്. ഈ നെഫ്രോൺ എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയാ, ഈ വൃക്ക, ഈ സംഭവം ഉണ്ടല്ലോ, മൂത്രമൊക്കെ ഉണ്ടാവണ ഈ ഒരു മൊത്തത്തിലുള്ള ഈ സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള എന്താ പറയാ, അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് എന്നൊക്കെ പറയാം ഇംഗ്ലീഷിൽ. അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോൺസ് എന്ന് പറയാം. നെഫ്രോൺസ് മറക്കരുത് കേട്ടോ. ഈ നെഫ്രോൺ ഈ കിഡ്നിന്റെ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറെ നെഫ്രോണുകൾ ഉണ്ട്, കുറേ ഉണ്ടാവും, ദശലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ഉണ്ടാവും. ഈ നെഫ്രോണുകളിലാണ് ഈ അരിക്കലും സൂക്ഷ്മ അരിക്കല്, അതുപോലെ ആഗിരണം, ഇങ്ങനത്തെ ആവശ്യമുള്ളത് ഇല്ലാത്ത പുറത്തു വിടുക, ആവശ്യമുള്ളത് പുറത്തേക്ക് എടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അത് മറക്കരുത് കേട്ടോ. പിന്നെ ഈ മൂത്രം രൂപപ്പെടൽ എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ട്. ഈ മൂത്രം ഒഴിക്കണമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ മൂത്രം എങ്ങനെ ഉണ്ടാവുക? ഒരു 3 പ്രോസസ്സിലൂടെയാണ് മൂത്രം രൂപപ്പെടൽ നടക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് സൂക്ഷ്മ അരിക്കൽ, അതായത് ഈ രക്തത്തിലൂടെയും, രക്തം അതുപോലെ വെള്ളം, ഇപ്പൊ നമ്മൾ കുടിക്കണ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാവും കേട്ടോ, അത് രക്തത്തിലൂടെ ഒക്കെയുള്ള രക്തമൊക്കെ ഇതിൽ ചെന്നിട്ട് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായി അരിച്ചെടുത്തിട്ട് ആ ഒരു ബാക്കിയുള്ള ഭാഗത്തിന്റെ പേരാണ് ഗ്ലോമറുലാർ, എന്താണ് വായിച്ചു നോക്കി, രക്തം വാക്കൊന്നും കിട്ടണില്ലടാ. ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. ഇതിന്റെ ഫലമായി എന്തുണ്ടാവും? നമ്മളിപ്പോ പറഞ്ഞു, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അത് ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള, ഇപ്പൊ നമ്മളൊരു ചണ്ടിയിൽ ഇട്ടിട്ട് ഫിൽട്ടർ ചെയ്തു, അപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് താഴെ പോയി, ബാക്കിയുള്ള ഈ ചണ്ടി ഉണ്ടല്ലോ, അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഈ ആ ദ്രാവകം കേട്ടോ. ഈ അഫ്രൻ വെസലിന്റെയും ഇഫ്രൻ വെസലിന്റെയും വ്യാസ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഉയർന്ന മർദ്ദമാണ് ഈ പ്രക്രിയയെ സഹായിക്കുന്നത്. നെക്സ്റ്റ് എന്താ, ഇപ്പൊ നമ്മൾ ഫിൽട്ടർ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ഓൾറെഡി ആഗിരണം അവിടെ ഇവിടെ ഒക്കെ നടന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു, എവിടെയൊക്കെ അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്, കുടലിലൊക്കെ നടന്നിട്ടുണ്ട്, ബാക്കി കുറെ സ്ഥലത്തൊക്കെ ആഗിരണം, അതായത് വായ തൊട്ട് കുടല് വരെയുള്ള പല സ്ഥലത്തും ആഗിരണം നടന്നിട്ടുണ്ട്. അതിന്റെ പുറമെ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കനാളികയിലൂടെ ശേഖരണ നാളിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് ആവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് വീണ്ടും പുനരാകിരണം ചെയ്യപ്പെടുന്നു. ഇത് ഇപ്പൊ ഈ മൂത്രം ഇങ്ങനെ പോണ വഴിക്ക് പിന്നെ ഇതിൽ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവും, പിന്നെ ആവശ്യമുള്ള സംഭവങ്ങൾ ഉണ്ടാവും, ഇത് പിന്നെയും പുനരാകിരണം ചെയ്യപ്പെടുന്നു, അതായത് റീ അബ്സോർപ്ഷൻ ചെയ്യപ്പെടുന്നു. പിന്നെ എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞു, ആദ്യം ഫിൽട്ടർ ചെയ്ത് പിന്നെ പുനരാകിരണം ചെയ്തു, പിന്നെ ബാക്കിയുള്ളത് എക്സ്ക്രീറ്റ് ചെയ്യണ്ടേ, സെക്രീറ്റ് ചെയ്യണ്ടേ, അതായത് ഒഴുക്കി വിടണ്ടേ, അത് ശ്രവണം ചെയ്യണ്ടേ. അതാണ് രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനാളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. അതായത് രക്തത്തിൽ വേണ്ടാത്ത സാധനം പിന്നെ അങ്ങോട്ട് സെക്രീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഈ 3 പരിപാടി കൂടെയും കഴിഞ്ഞു കഴിഞ്ഞാല് നേരെ മൂത്രം എത്തും, ശേഖരണ നാളിലേക്ക് എത്തും, പിന്നെ പെൽവിസിലേക്ക് എത്തും, യൂറേറ്ററിലേക്ക് എത്തും, എന്നിട്ട് നേരെ നമ്മൾ മൂത്രം വെച്ച് കൂട്ടും കേട്ടോ. ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? കിഡ്നി ഒക്കെ സിമ്പിൾ അല്ലേ? ഡയാലിസിസ് ഒക്കെ നോക്കിക്കൂടെ? നമ്മള് കിഡ്നി ഡാമേജ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയാലിസിസ് വഴിയാണ് നമ്മൾ രക്തം ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ രക്തത്തിന് എന്ത് കൊടുക്കുക, കിഡ്നി പ്രവർത്തനരഹിതമായാൽ രക്തത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമുക്കൊരു മെഷീൻ ആവശ്യമായിരിക്കും. അതാണ് ഡയാലിസിസ് മെഷീൻ കേട്ടോ. ഡയാലിസിസ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ആദ്യം നമ്മൾ രക്തം കട്ട പിടിക്കാൻ എന്ത് ചെയ്യും, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആഡ് ചെയ്യും, എന്നിട്ടാണ് ആ മെഷീനിക്ക് കടത്തി വിടുക. എന്നിട്ട് മെഷീന് തിരിച്ച് രക്തം കട്ട പിടിക്കണമല്ലോ നോർമലായിട്ട്, തിരിച്ച് നമ്മൾ ബോഡിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആന്റി ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ടൊരു രാസവസ്തു കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് പിന്നെ തിരിച്ച് ബോഡിക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇത് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് കേട്ടോ. വൃക്ക മാറ്റിവെക്കൽ അറിയാമല്ലോ നിങ്ങൾക്ക്, കിഡ്നി മാറ്റിവെക്കൽ കുറെ ആൾക്കാരുടെ കേട്ടിട്ടില്ലേ? കിഡ്നി ആവശ്യമുള്ള ഒരേ രക്ത ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓപ്പോസിറ്റീവ് ഉള്ള ആൾക്ക് ഓപ്പോസിറ്റീവ് ഉള്ള ആൾ, അങ്ങനെയാണ് നമ്മൾ കിഡ്നി ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ബി ആണ്, എന്റെ കിഡ്നി പോയി എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ എ ബിയോ ബി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ കിഡ്നി എനിക്ക് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ നടക്കൂല, മനസ്സിലായോ? ഒരേ രക്തഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിഡ്നി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ, മറക്കരുത്. ഓക്കെ, ഇതൊന്നും ക്വസ്റ്റ്യൻ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് വേറെ ചാപ്റ്ററിലേക്ക് പോവാം. ഓർമ്മണ്ടോ ഈ ചാപ്റ്റർക്ക്? ഓർമ്മണ്ടോ ചലനത്തിന് പിന്നിൽ? ഈ 3 ചാപ്റ്റർ, പ്രത്യുൽപാദന ആരോഗ്യം, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഓർമ്മണ്ടോ? വർഗീകരണം, ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ചലനത്തിന് പിന്നിൽ എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളത്? മസിലുകളുണ്ട്, പേശികളുണ്ട്, അസ്ഥിവ്യവസ്ഥയുണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത്?
ഒരു കുറെ അസുഖങ്ങൾ, അസ്ഥി പേശി വ്യവസ്ഥ തകരാറുകൾ, അതായത് അതിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുണ്ട്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ് വിവിധ തരം ചട്ടക്കൂടുകൾ. ചട്ടക്കൂടുകൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ക്ലാസിഫിക്കേഷൻ വർഗീകരണത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഹൈഡ്രോസ്കെലിട്ടൺ, മണ്ണിര ഹൈഡ്രോസ്കെലിട്ടൺ, പിന്നെ അതേപോലെ എക്സോസ്കെലിട്ടൺ, അതായത് ബാഹ്യ അസ്ഥികൂടം ഏതാണ്? ഞണ്ട്. പിന്നെ അതുപോലെ വേറെന്താ ഉള്ളത്? മനുഷ്യന്മാര് എൻഡോസ്കെലിട്ടൺ, നമ്മുടെ ഉള്ളിലല്ലേ സ്കെലിട്ടൺ മീൻ അസ്ഥികൂടം ഉള്ളത്. പുറത്ത് അസ്ഥികൂടുള്ള ആൾക്കാര് ബാഹ്യ അസ്ഥികൂടം, പേര് തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ പിന്നെ എന്താ നോക്കാള്, നോക്കിയോ കേട്ടോ. ഈ 3 പേശികള് ക്വസ്റ്റ്യൻ ഡയഗ്രം ആയിട്ട് ചോദിക്കും. ഇത് അസ്ഥി പേശിന്റെ ഈ ഡയഗ്രം മാത്രം ചോദിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നോക്കും. ഇത് നോക്കി ഇതിങ്ങനെ വേറെ ഇങ്ങനെ വരച്ചിട്ട് അതിൽ ഇങ്ങനെ സാധനങ്ങൾ, പിന്നെ അവിടെ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് അസ്ഥിപേശികൾ. മൃദുല പേശികൾ എന്ന് പറയുമ്പോൾ എവിടെ ഉണ്ടാവുക? ഓരോ അവയവങ്ങളിലും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ 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 തൊടാതെ, ഒന്നും കൈ തൊടാത്ത സാധനങ്ങള് ഒന്നും രണ്ടും തമ്മിൽ തൊടൂല. ഓക്കെ. ഹൃദയപേശി എന്ന് പറയുമ്പോൾ തൊടും ചെയ്യും, എന്നാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ചെയ്യും. അതായത് ഇപ്പൊ ലവ് ബ്രേക്കപ്പ് ഒക്കെ ആയ ആൾക്കാർക്ക് എന്താ ഉണ്ടാവുക? ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവില്ലേ? ഹാർട്ട് ബ്രേക്ക് ആകുമ്പോൾ ഹൃദയം പൊട്ടുക, ഹൃദയപേശികളൊക്കെ പൊട്ടുക. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ ഇവിടെ ഓട്ടമുണ്ട് ഹൃദയത്തിൽ കേട്ടോ. ഹൃദയപേശികൾ മറക്കരുത്. ഓക്കെ. അസ്ഥികൂടത്തില്, മനുഷ്യ അസ്ഥികൂടത്തില് എന്തൊക്കെയുള്ളത്? അക്ഷാസ്ഥികൂടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ, പിന്നെ അനുബന്ധാസ്ഥികൂടം എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെയുള്ള സാധനത്തിന്റെ ഒപ്പമുള്ള സാധനങ്ങൾ അനുബന്ധമായിട്ട് നിൽക്കണ അസ്ഥികളാണ് അനുബന്ധാസ്ഥികൂടം. ഈ ഇങ്ങനെയുള്ള അക്ഷാസ്ഥികൂടത്തിൽ എന്തൊക്കെയുണ്ട്? തലയോടുണ്ട്, ഇവിടെ നടുവിലായിട്ട് മാറലുണ്ട്, പിന്നെ വാരിയലുണ്ട്, പിന്നെ നട്ടലുണ്ട് കേട്ടോ. ബാക്കിൽ നട്ടലുണ്ട്. അതിന്റെ പുറമെ തോൾ വലയം, ശ്രോണി വലയം, താഴെ ഹിപ്പ്, പിന്നെ അതിന്റെ പോലെ കൈയുണ്ട്, കാലുണ്ട്. ഇത്രയാണ് ഉള്ളത് കേട്ടോ, മറക്കരുത്. അസ്ഥിയുടെ ഘടന അറിയില്ല. നമ്മൾ നേരത്തെ പെരിയോസ്റ്റിയം പറഞ്ഞു. അസ്ഥിയുടെ പുറത്തുള്ള ആവരണമാണ് പെരിയോസ്റ്റിയം. പെരികാർഡിയം, പ്ലൂറ എന്നൊക്കെ പറയണ പോലെ തന്നെ പെരിയോസ്റ്റിയം, മറക്കരുത്, പെരിയോസ്റ്റിയം. ഓക്കെ. തരുണാസ്ഥി എന്താണെന്ന് അറിയാലോ? അസ്ഥികളേക്കാൾ മൃദുവായതും, സോഫ്റ്റർ ദാൻ ബോൺസ് ആൻഡ് വഴക്കമുള്ളതും, കുറച്ചും കൂടി ഫങ്ഷണബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു കണക്റ്റിംഗ് ടിഷ്യൂ ആണ്, യോജക കലയാണ് തരുണാസ്ഥി. പല സ്ഥലത്തും ഉണ്ടാവും കേട്ടോ, അത് മറക്കരുത്. തരുണാസ്ഥി എന്താ ചോദിക്കും. ചട്ടക്കൂടിലെ വൈദ്യുതി ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഹൈഡ്രോസ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ ദ്രവം നിറഞ്ഞ അറകൾ ഉള്ള സ്കെലിട്ടൺ, അതായത് അസ്ഥികൂടാണ്. മണ്ണിര, ഇങ്ങനത്തെ ആൾക്കാരില്ലേ, മണ്ണിര, അതേപോലെ ഒച്ച്, ഹൈഡ്ര, ഇതിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് ഹൈഡ്രോസ്കെലിട്ടൺ. ഓക്കെ. പിന്നെ ബാഹ്യ അസ്ഥികൂടം എക്സോസ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ് നോക്കി. എക്സോസ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ ഈ ഞണ്ടിനൊക്കെ പുറത്തല്ലേ അസ്ഥികൂടം ഉണ്ടാവുക. ആന്തരാസ്ഥികൂടം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരൊക്കെ ഉള്ളിലല്ല ഉണ്ടാവുക. ബാക്കി ജന്തുക്കളൊക്കെ കണ്ടിട്ടില്ലേ, പുറത്തൊന്നും ഉണ്ടാവില്ല. പുറത്തുള്ളത് ഏതൊക്കെ? ഞണ്ട്, കക്ക, ചിപ്പി, ഇങ്ങനത്തെ സാധനങ്ങൾ. അത് എക്സോസ്കെലിട്ടൺ അല്ലെങ്കിൽ ബാഹ്യാസ്ഥികൂടം. എൻഡോസ്കെലിട്ടൺ നമ്മളെ മനുഷ്യന്മാര്, ജന്തുക്കള്, പ്രാവ്, മുയല്, കരടി ഒക്കെ ഉണ്ടാവും. പിന്നെ ഹൈഡ്രോസ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ മണ്ണിര, ഒച്ച്, കക്ക ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അസ്ഥിസന്ധികൾ. അസ്ഥിസന്ധികളിലെ ഈ ഡയഗ്രാം, ഈ സെയിം ഡയഗ്രാം ചോദിച്ചിട്ട് ഈ പുറത്ത് എന്താ ഈ ലിഗമെന്റിന്റെ പകരം എക്സ് നടും, അസ്ഥി വൈ നടും, എന്നിട്ട് ചോദിക്കുന്നത് എന്താ ചോദിക്കും. ഇതൊക്കെ സംഭവം ജസ്റ്റ് വായിച്ചു നോക്കിട്ടോ. പുറത്തുള്ള ഭാഗം ലിഗമെന്റ് ആണ്, അതിന്റെ ഉള്ളിൽ ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, പിന്നെ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. എന്തിനാണ് ഈ സൈനോവിയൽ? അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു വെള്ളം, എന്തിനാന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ജോയിന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അസ്ഥിസന്ധി എന്ന് പറയുമ്പോൾ എല്ല് ഇങ്ങനെ കൂടി നിൽക്കല്ലേ, അപ്പൊ ഇങ്ങനെ തട്ടി 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 ഉരഞ്ഞ് തേയ്മാനം സംഭവിക്കൂലേ. ഈ തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്ലൂയിഡ്, അല്ലെങ്കിൽ നമ്മളിപ്പം എഞ്ചിൻ ഓയിൽ ഒഴിക്കൂലേ, ഫ്രിക്ഷൻ കുറക്കാൻ അല്ലെങ്കിൽ ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ബോഡിയിലുള്ള ഒരു അത്ഭുതമാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ എല്ലും തമ്മിൽ ഒരഞ്ഞൊരഞ്ഞ് തീരാതിരിക്കാനും ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈനോവിയൽ ദ്രവം ഉള്ളത് കേട്ടോ. ഓക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അസ്ഥി ഉണ്ട്, അത് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ അസ്ഥിസന്ധികൾ ഉണ്ടല്ലേ, ഗോളരസന്ധി, വിജാഗരസന്ധി, കീലസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഗോളരസന്ധി പറയുമ്പോൾ ഇങ്ങനെ എല്ലാ ആക്ഷനും ഉണ്ടാവും, കാണുന്നുണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ വിജാഗരസന്ധി പറയുമ്പോൾ ഇത് ഈ ജോയിന്റ്, ഇവിടുത്തെ ജോയിന്റ്, ഇത് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരു മോഷനും പറ്റൂല. ഇതിങ്ങനെ അപ്പൊ ചില ആൾക്കാർ ഡൗട്ട് ചോദിക്കും, അതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇതല്ല, നമ്മളെ ഈ ഗോളരസന്ധിയാണ് അനങ്ങുന്നത് കേട്ടോ, മറക്കരുത്. കീലസന്ധി എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചുതണ്ടിന്റെ ഇങ്ങനെ മാത്രം, ഇവിടുത്തെ ജോയിന്റ് ഇങ്ങോട്ടും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തെന്നി നീങ്ങുന്ന സന്ധി പറയുമ്പോൾ ഇവിടുത്തെ ജോയിന്റ് ആണ്,
സോറി കാണുന്നില്ല, ഇവിടുത്തെ ജോയിന്റ് ആണ്, അല്ല ഇവിടുത്തെ ജോയിന്റ് ആണ്. ഇതിങ്ങനെ ആക്കുമ്പോൾ തെന്നി നീങ്ങും, മേലക്ക് തെന്നി നീങ്ങും. ഇങ്ങനെ ആക്കുമ്പോൾ താഴത്തേക്ക് അതേപോലെ വരും. ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടുത്തെ മേലക്ക് പോവും, ഇങ്ങനെ പോവും. ഇത്രോ അതാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഈ 4 സന്ധി മറക്കരുത്. ഓക്കെ. അസുഖങ്ങൾ നോക്കി. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുമ്പോൾ അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട്, ഇവിടെ കണ്ടോ സുഷിരങ്ങൾ കണ്ടോ, ഇവിടെ കണ്ടോ സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. പിന്നെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാസ്ഥിയെയും സൈനോവിയ സ്ഥലത്തെയും നശിപ്പിച്ചേക്കാം. ഈ സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാകും. അതായത് പെയിനും ആൻഡ് സ്വെല്ലിംഗ് ഉണ്ടാവും കേട്ടോ, മറക്കരുതേ. ഇത് പുരുഷന്മാരിലേക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. സിമ്പിൾ അല്ലേ? പിന്നെ പേശിക്ഷയം, മസ്കുലർ ഡിസ്ട്രോഫി, എന്തെങ്കിലും കാരണം കൊണ്ട് പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥ, ഇതാണ് പേശിക്ഷയം. ഉളുക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഉളുക്ക് കേട്ടിട്ടില്ലേ? പല സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഉളുക്ക് എന്താന്നുള്ളത്. സന്ധിയിലെ അസ്ഥികളെ ബന്ധിക്കുന്ന ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക്, മറക്കരുത്. ഓക്കെ. എവിടേക്ക് ഉണ്ടാവുക? നമ്മളെ കൈയും കാലും പല എന്താ പറയാ പല സ്ഥലത്തും. നമ്മൾ ഓടുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഡിസ്ക് തെറ്റിൽ അറിയാലോ, ജസ്റ്റ് നോക്കുക. ഡിസ്കിന്റെ ഇടയിൽ കുറച്ചൊരു ഇന്റർവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഒരു ജെല്ല് പോലത്തെ സാധനം. ഈ സാധനം എന്ത് ചെയ്യും, അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറും. ഡിസ്ക് തെറ്റാന്ന് പറയും. ആ 2 കശേരുക്കളുടെ നട്ടല് അല്ലെങ്കിൽ കശേരുക്കളുടെ ഇടയിലുള്ള ഇന്റർവെർട്ടിബിൾ ഡിസ്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. അതാണ് ഡിസ്ക് തെറ്റൽ അല്ലെങ്കിൽ ഡിസ്ക് പ്രോലാപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിനുള്ളൂ ഇതില് ചാപ്റ്ററിൽ അതിനുള്ളൂ. പിന്നെ ഇതുണ്ടല്ലേ, സോറി. സസ്യങ്ങളിലെ ചലനം അറിയോ? ആർക്കെങ്കിലും അറിയോല്ലോ അല്ലെ? ട്രോപ്പിക ചലനം, നാസ്തിക ചലനം, 2 ടൈപ്പ് ഉണ്ട്. അതായത് ട്രോപ്പിക ചലനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഉദ്ദീപനം കൊടുക്കുകയാണ്, ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണ് ആ ചെടിക്ക്. എന്താ ഒരു എക്സാമ്പിൾ ആയിട്ട് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ഇപ്പുറത്തുണ്ട് ഇപ്പൊ ഒരു ചെടി ഇവിടെ വെച്ചിട്ട് അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വേരൊക്കെ കൂടെ അങ്ങോട്ട് വളരും എന്നവിടെയാണ് ചെടി വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ. അതാണ് ഉദ്ദീപന ദിശക്ക് അനുസരിച്ചുള്ള ചലനം. ഉദ്ദീപന ദിശക്ക് അനുസരിക്കാത്ത ചലനം ഏതാണ്? നാസ്തിക ചലനം കേട്ടോ, മറക്കരുത്. നോക്കിയും അതായത് ഈ ഉദ്ദീപനം ഇവിടെ എന്തൊക്കെ ഉദ്ദീപനം ഉള്ളത്? ഇവിടെ ലൈറ്റ് ആണ്, പ്രകാശമാണ്. ഈ പ്രകാശമുള്ള ഭാഗത്തേക്ക് ചെടി ഇങ്ങനെ വളരണുണ്ടോ? അതേപോലെ ഇത് കണ്ടോ, ഭൂഗുരുത്വ ട്രോപ്പിക ചലനം. അപ്പം ഒരു ചെടിയുടെ മറിഞ്ഞു കൊണ്ട് വിചാരിച്ചോളി. അപ്പോ നേരെ എന്ത് ചെയ്യും, വേരല്ലേ മണ്ണുക്ക് പോണ്ട്, വേര് നേരെ മണ്ണുക്കാണ് പോകും, കാണ്ടം നേരെ മേലക്കാണ് വളരും. ഓക്കെ, അതാണ് ഭൂഗുരുത്വ ട്രോപ്പിക ചലനം. പിന്നെ ജലട്രോപ്പിക ചലനത്തിൽ എന്താ ഉള്ളത്? നമ്മളിപ്പോ പറഞ്ഞില്ലേ, വെള്ളം ഈ ഭൂമിക്കടിയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, താഴെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, വേര് നേരെ അങ്ങോട്ടാണ് വളരും. ഇത് കണ്ടോ, ഇങ്ങനെ വളരുന്നുണ്ടോ ഈ സാധനം? ഇങ്ങോട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ വളരും കേട്ടോ. ഓക്കെ, മറക്കരുത് കേട്ടോ. പിന്നെ സ്പർശ ട്രോപ്പിക ചലനം കണ്ടില്ലേ? ഇത് ഇപ്പം ഈ ഇത്തിൽക്കണ്ണി, വെറ്റില, ഇതൊക്കെ ഇതിലിങ്ങനെ തൊട്ട് പോകൂലേ? ഒരു താങ്ങുന്നതിൽ കൊടുത്ത ഇങ്ങനെ കറങ്ങി പോലെ, അതാണ് സ്പർശ ട്രോപ്പിക ചലനം. രാസ ട്രോപ്പിക ചലനം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് ഓവറിയാണ്. ഈ ഓവറിന്റെ ഉള്ളില് ഒരു കെമിക്കൽസ് ഉള്ള ഭാഗത്തേക്ക് മാത്രമേ ഇത് ചലിക്കുള്ളൂ കേട്ടോ. ഇതിന്റെ ഉള്ളിലത്തെ സ്പോർട്സോ അല്ലെങ്കിൽ കോശങ്ങളൊക്കെ ഉള്ളിൽ കൂടെ ചലിക്കണ ഈ ഒരു രാസ ട്രോപ്പിക ചലനമാണ് വേറെ എക്സ്ട്രാ ഉള്ളത്. പിന്നെ നാസ്തിക ചലനം എന്ന് പറയുന്നത്, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് തൊട്ടാവാടി പറയാം. തൊട്ടവാടി എങ്ങനെ വെച്ചാല് നമ്മളവിടെ പോയി തൊട്ടവാടിനെ കൊണ്ടുകൊണ്ട് എവിടെയും പോയി തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തൊട്ടവാടി ഇങ്ങനെ നിൽക്കുക, തൊട്ട് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, എന്നിട്ട് ഒന്നെങ്കിൽ ഉള്ളിക്കാണ് പോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്കാണ് പോകും. അത് നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തേക്കാവില്ല ഇത് ചലിക്കണത്. അതാണ് നമ്മൾ ഉദ്ദീപന ദിശക്ക് അനുസരിച്ച് അല്ലാത്ത ചലനമാണ് നാസ്തിക ചലനം. ഉദ്ദീപന ദിശക്ക് അനുസരിച്ചുള്ള ചലനമാണ് ട്രോപ്പിക ചലനം കേട്ടോ. ഓക്കെ, മറക്കരുത്. അതിനുള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിൽ. പ്രത്യുൽപാദന ആരോഗ്യം ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എല്ലാം അറിയില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് ബീജസംയോഗം, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താവും, ശുക്ലത്തിലുള്ള സെമനിലുള്ള സ്പേമും ഓവറിയും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ട് സൈഗോട്ട് ഉണ്ടാവുക. അതിന്റെ പരിപാടി എവിടെ വെച്ച് നടക്കും? സൈഗോട്ട് പറഞ്ഞാൽ സിക്താണ്ട് കേട്ടോ, മറക്കരുത്. എവിടെ വെച്ച് നടക്കും? അണ്ടവാഹി അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ്, ഇവിടെ നടക്കും കേട്ടോ. ഓക്കെ, ഇതാണ് ആ ഒരു ഇത്. ബീജസംയോഗം ഉണ്ടോ? ഇവിടെ ബീജസംയോഗം നടക്കുക. അതായത് അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തു വന്നു, ഈ അണ്ടവും ബീജം കൂടി പൊമ്പീജം കൂടിയിട്ട് സിക്താണ്ട് അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടായിട്ട് നേരെ എന്ത് ചെയ്യും, അണ്ടവാഹിയിലൂടെ കുറച്ച് കോശ വിഭജനം നടന്നിട്ട്